പാറ്റകൾ അരങ്ങുവാഴുമോ? പാറ്റകൾക്ക് ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ സാധിക്കും? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാറ്റകളാണ് ഇവിടെ ചർച്ചയാകുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു പുതിയ സംവിധാനം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ തരംഗമായി കഴിഞ്ഞു. ഇത് എന്തിനു വേണ്ടിയാണ്? ഇത് ആർക്കു വേണ്ടിയാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒരു പ്രസ്താവന നടത്തി എന്ന് പറഞ്ഞ് ഇത്രയും വലിയ ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ പ്രക്ഷോഭത്തിനുള്ള തുടക്കം കുറിക്കേണ്ട കാര്യമുണ്ട്. ഇത് കൃത്യമായി പ്ലാൻ ചെയ്ത് രാജ്യത്തിനെതിരെ നടത്തുന്ന പ്രക്ഷോഭം തന്നെയാണ് കേന്ദ്ര സർക്കാർ അടക്കം ഇന്റലിജൻസ് ഏജൻസികളടക്കം വിലയിരുത്തുന്നത്. ഇതിനെ കൃത്യമായി അമർച്ച ചെയ്യാൻ ഒതുക്കാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറായി കഴിഞ്ഞു എന്ന് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എല്ലാവരും ചേർന്ന് ഈ വിഷയത്തിൽ രഹസ്യമായി ചില ചർച്ചകളും ചില നടപടികളും നടത്തി എന്നുള്ള സൂചനയും പുറത്തുവരുന്നു. കഴിഞ്ഞ ദിവസം ഈ പാറ്റകൾ ബംഗളൂരുവിൽ തെരുവിൽ ഇറങ്ങും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അത് മാറ്റിവെച്ചതായിട്ട് പിന്നീട് അറിയാൻ സാധിച്ചു. കർണാടകം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടുത്തെ പോലീസിന്റെ സഹായം ഇവർക്കുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ബംഗളൂരു തെരഞ്ഞെടുത്തത്. ഡൽഹിയിലോ ഉത്തർപ്രദേശിലോ ലഖ്നൌവിലോ മറ്റ് സംസ്ഥാനങ്ങളിൽ ആണെങ്കിൽ അവിടുത്തെ പോലീസ് അത് അമർച്ച ചെയ്യും എന്നുള്ള ഭീതി കൊണ്ടാണ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഈ ഒരു പരിപാടി ആരംഭിക്കാൻ തുടക്കം കുറിച്ചത് എന്നായിരുന്നു അന്നത്തെ വാർത്ത. പിന്നീട് അത് റദ്ദാക്കിയതായുള്ള വാർത്തയും പുറത്തു വന്നു. ഇവിടെ തെരുവിൽ ഇറങ്ങുകയാണെങ്കിൽ, ഇവിടെ രാജ്യത്തിനെതിരെ തിരിയുകയാണെങ്കിൽ, രാജ്യത്തെ സംവിധാനങ്ങൾക്കെതിരെ തിരിയുകയാണെങ്കിൽ ശക്തമായി അമർച്ച ചെയ്യാൻ ഇവിടെ ഒരു ഇന്ത്യൻ ആർമിയും മറ്റ് മിലിറ്ററി ഫോഴ്സുകളും പാരാമിലിറ്ററി ഫോഴ്സുകളുമുണ്ട്. ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും അതുപോലെ പാകിസ്ഥാനിലും നേപ്പാളിലും ഒന്നും നടത്തിയ തെരുവിൽ ഇറങ്ങിയുള്ള പ്രക്ഷോഭങ്ങൾ ഒരു മണിക്കൂർ പോലും ഇവിടെ നീണ്ടു നിൽക്കില്ല. ഇവിടെ അർദ്ധസൈനിക വിഭാഗങ്ങളും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും അതുപോലെ ആർമിയും ഒക്കെ തന്നെ ഇറങ്ങി, അതത് സംസ്ഥാനങ്ങളിലെ പോലീസും ഒക്കെ ഇറങ്ങി ഇത് അമർച്ച ചെയ്യും. ഒരു രാജ്യത്തിനെതിരെ ഇത്തരം ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാൻ എന്താണ് കാരണം എന്ന് പോലും അന്വേഷിക്കാതെ ഇതിന് പിന്നാലെ നടക്കുന്ന ജിഹാദി കൂട്ടായ്മകളും അതുപോലെ രാജ്യവിരുദ്ധരും കോൺഗ്രസിലെ ചില തൽപര കക്ഷികളുമൊക്കെയാണ് ഇതിന് പിന്നിൽ എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. അവരുടെയൊന്നും വിളയാട്ടങ്ങൾ ഒരു കാലത്തും നടത്തില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയും കൂട്ടരും എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി പല കാര്യങ്ങളിലും കൃത്യമായ നടപടികൾ എടുക്കുന്നയാളാണ്. അദ്ദേഹം ഈ കോക്രോച്ച് പ്രക്ഷോഭം ഏതെങ്കിലും തരത്തിൽ രാജ്യത്തിന് ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ, രാജ്യത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ ശക്തമായി ഇടപെടും എന്നുള്ള സൂചനകൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. അതിനുള്ള പ്ലാനുകളൊക്കെ തന്നെ ഡൽഹിയിൽ തയ്യാറായി കഴിഞ്ഞു. വേണ്ട പരിപാടികളൊക്കെ ഒരുക്കുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ പാറ്റകൾ വിളയാടി തുടങ്ങിയാൽ അതിന് കൃത്യമായ മറുപടി രാജ്യത്തിന്റെ ഭാഗത്തുനിന്ന്, ഭരണ സംവിധാനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു.